യുപിയിലെ ഗ്രേറ്റർ നോയിഡയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭം അട്ടിമറിക്കാൻ കർഷകർക്കെതിരെ കള്ളക്കേസുമായി യുപി പോലീസ്. ജയിലിലുള്ള കർഷകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. സബ് ഇൻസ്പെക്ടറെ കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ചാണ് കേസ്. മെട്രോ സ്റ്റേഷനിൽ കടന്നുകയറി ട്രെയിൻ തടഞ്ഞെന്നും പോലീസ് ആരോപിച്ചു. അതേസമയം പോലീസ് നടപടിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കള്ളക്കേസിന് പിന്നിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെട്ടു. വൻകിട പദ്ധതികൾക്ക് ഏറ്റെടുത്ത ഭൂമിക്ക് മതിയായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോയിഡയിൽ കർഷകർ നടത്തുന്ന പ്രതിഷേധത്തെ കള്ളക്കേസിൽ കുടുക്കി അട്ടിമറിക്കാനുള്ള നീക്കമാണ് യുപി സർക്കാരും പോലീസും നടത്തുന്നത്. സമരം ചെയ്ത കർഷകരെ ജയിലിലടച്ചതിനു പിന്നാലെ അവർക്കുമേൽ വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തു. സബ് ഇൻസ്പെക്ടർ രാജ്കുമാറിനെ കയ്യേറ്റം ചെയ്തെന്നും കഴുത്തിൽ ബൂട്ടിട്ട് ചവിട്ടിയെന്നുമടക്കം ആരോപിച്ചാണ് കേസ് ചുമത്തിയത്. മെട്രോ സ്റ്റേഷനിൽ കടന്നുകയറി ട്രെയിൻ തടഞ്ഞെന്നും പോലീസ് ആരോപിക്കുന്നു. ഗൗതം ബുദ്ധ നഗറിലെ ജയിലിലുള്ള 129 പേരിൽ 112 പേരെയും പ്രതിയാക്കിയ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് അഖിലേന്ത്യാ കിസാൻ സഭ. പോലീസ് ആരോപിക്കുന്ന സംഭവങ്ങളുടെ തെളിവ് പുറത്തുവിടണമെന്നും അല്ലാത്തപക്ഷം കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു. ഇത് ചൂണ്ടിക്കാട്ടി ജില്ലാ മജിസ്ട്രേറ്റ് മനീഷ് കുമാറിന് കിസാൻ സഭ കത്തു നൽകി. ഇതിന്റെ പകർപ്പ് യുപി മുഖ്യമന്ത്രി ആദിത്യനാഥ്, അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവർക്ക് നൽകുമെന്നും അറിയിച്ചു. ജയിലിലടച്ച കർഷകരെ വിട്ടയച്ചില്ലെങ്കിൽ 23-ന് ഗൗതം ബുദ്ധനഗർ DM ഓഫീസ് ഉപരോധിക്കാനും കിസാൻ സഭ ആഹ്വാനം ചെയ്തു. ഇന്നലെ കർഷകരെ കാണാനെത്തിയ വി ശിവദാസൻ MP ഉൾപ്പെടെയുള്ള സംഘത്തെയും പോലീസ് തടഞ്ഞിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.